ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്, അവരുടെ പേര് എങ്ങനെയാണ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കുന്നത്. നോക്കടാ, സപ്പോസ് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് COOH ഗ്രൂപ്പാണ് എങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർബോക്സിലിക് ആസിഡ്. ആ കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന ആള് പ്രിഫിക്സ് ആയിട്ട് വരികയാണെങ്കിൽ അവിടെ നമ്മൾ കാർബോക്സി എന്ന് പറഞ്ഞ ടേമാണ് യൂസ് ചെയ്യുക. അതേ സമയത്ത് ഇവർ സഫിക്സ് ആണെങ്കിലോ അവിടെ നമ്മൾ ഓയിക് ആസിഡ് എന്ന് യൂസ് ചെയ്യണം. ഇതിന്റെ സ്ട്രക്ചർ വരുന്നത് ഈ ഒരു രൂപത്തിലാണ്, C+OH എന്നാണ് നമ്മൾ പറയാം. ഇനി അതേ സമയത്ത് SO3H ഗ്രൂപ്പാണ് എങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൾഫോണിക് ആസിഡ്. ഈ ഒരു സൾഫോണിക് ആസിഡ് പ്രിഫിക്സ് ആയിട്ടാണ് വരുന്നത് എങ്കിൽ അവിടെ നമ്മൾ സൾഫോ എന്നുള്ള ടേമാണ് യൂസ് ചെയ്യുക. അതേ സമയത്ത് ഇത് സഫിക്സ് ആയിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ സൾഫോണിക് ആസിഡ് എന്ന് തന്നെ യൂസ് ചെയ്യും. ഇനി COOR എന്ന് പറയുന്ന ഗ്രൂപ്പാണ് വരുന്നത് എങ്കിൽ RCOOR എന്ന് ജനറലി നമ്മൾ പറയുന്നത് അത് എസ്റ്ററിനെയാണ്. അപ്പോൾ ഈ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ഇവരെ പ്രിഫിക്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, ഇവർ പ്രിഫിക്സ് ആയിട്ട് വരുമ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുന്ന പേര് ആൽക്കോക്സി കാർബണൈൽ എന്നാണ്. ആൽക്കോക്സി കാർബണൈൽ കൊടുക്കും. ഇനി അതേ സമയത്ത് ഇവർ സഫിക്സ് ആയിട്ടാണ് വരുന്നത് എങ്കിൽ നമ്മൾ O8 എന്നാണ് കൊടുക്കുക. അപ്പോൾ ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരിക? COOR അല്ലേ, അപ്പോൾ മുകളിലുള്ള COOHലുള്ള OHന് പകരം OR വരുന്നു എന്ന് മാത്രം. ഇനി അടുത്തത് COCl ആണ്. അതിനെ നമ്മൾ ആസിഡ് ക്ലോറൈഡ് എന്നാണ് പറയാം. ഇവിടെ ജനറലൈസ് ചെയ്തിട്ട് നമുക്ക് അസൈൽ ഹാലൈഡ് എന്ന് പറയാം. അസൈൽ ഹാലൈഡ് അല്ലെങ്കിൽ ആസിഡ് ഹാലൈഡ് എന്നാണ് നമ്മൾ പറയാം. അവർ പ്രിഫിക്സ് ആയിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ഹാലോ കാർബണൈൽ എന്നാണ് പറയാം. ഇനി അതേ സമയത്ത് ഇവർ സഫിക്സ് ആണെങ്കിൽ എന്താ മക്കളെ നമ്മൾ കൊടുക്കുക? സഫിക്സ് ആണെന്നുണ്ടെങ്കിൽ അവർ നമ്മൾ ഓയിൽ ഹാലൈഡ് എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ ഇവരുടെ സ്ട്രക്ചർ അങ്ങനെ വരികടാ, CO അങ്ങനെ തന്നെ ഉണ്ടാവും. ഈ ഒരു R ഗ്രൂപ്പിന് പകരം X എന്ന് വരും. ക്ലോറിൻ ആണെങ്കിൽ Cl എന്ന് കൊടുക്കും. ഇനി CONH2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അമൈഡാണ്. ഇവരുടെ പേര് അമൈഡ് എന്നാണ് നമ്മൾ പറയാം, അമൈഡ്സ് എന്ന് നമ്മൾ പറയും കേട്ടോ. ഈ ഒരു CONH2 ഗ്രൂപ്പ് പ്രിഫിക്സ് ആയിട്ടാണ് വരുന്നത് എങ്കിൽ അവിടെ നമ്മൾ കാർബമൈൽ എന്നാണ് പറയാം. ഇനി അതേ സമയത്ത് ഇവർ സഫിക്സ് ആണ്, പ്രയോറിറ്റി കൂടിയ ആളാണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ അമൈഡ് എന്ന് തന്നെ പറയും. ഇവരുടെ സ്ട്രക്ചർ നമുക്ക് എങ്ങനെ എഴുതാം? CONH2 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി CN ആണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ സയനൈഡ് അല്ലെങ്കിൽ നൈട്രൈൽ എന്നാണ് പറയാം. സയനൈഡ് അല്ലെങ്കിൽ നൈട്രൈൽ എന്ന് പറയും. രണ്ടും ഒരാളാണ് കേട്ടോ. ഈ ഒരു ഗ്രൂപ്പ് പ്രിഫിക്സ് ആയിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ സയനോ എന്നും, സഫിക്സ് ആയിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ നൈട്രൈൽ എന്നുമാണ് പറയാം. CN ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ C∧N എന്നാണ് വരിക. ഇനി അടുത്ത് നോക്കടാ, CHO ഗ്രൂപ്പാണ്. CHO ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൽഡിഹൈഡ് ആണ്. ഏത് ഗ്രൂപ്പാണ്? ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. ഇനി ഇവർ പ്രിഫിക്സ് ആയിട്ട് വരുന്ന കേസിൽ ഇയാളുടെ പേര് നമ്മൾ ഒന്നെങ്കിൽ ഫോമൈൽ എന്നോ അല്ലെങ്കിൽ നമ്മൾ ഓക്സോ എന്നോ യൂസ് ചെയ്യും. ഇനി അതേ സമയത്ത് ഇവര് സഫിക്സ് ആയിട്ടാണ് വരുന്നത് എങ്കിൽ നമ്മൾ ആൽ എന്ന് പറയുന്ന ടേമാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിന്റെ സ്ട്രക്ചർ വരുന്നത് C∧OH എന്ന് പറഞ്ഞിട്ടാണ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് CO എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പാണ്. നമ്മൾ ജനറലി RCOR എന്നാണ് പറയാ. RCOR ആണെങ്കിൽ അവർ കീറ്റോ ഗ്രൂപ്പാണ്, അഥവാ കീറ്റോൺ ആണ് എന്നാണ് നമ്മൾ പറയാം. അപ്പൊ കീറ്റോൺ ആണ് എങ്കിൽ അവര് പ്രിഫിക്സ് ആയിട്ട് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടേം ഓക്സോ എന്ന് പറയുന്നതാണ്. സഫിക്സ് ആയിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ONE ഓൺ എന്നാണ് നമ്മൾ ചേർക്കുക. അപ്പോൾ ഈ ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, C∧O എന്ന് പറഞ്ഞിട്ടാണ്. ക്ലിയർ? ഇനി നമ്മൾ എടുത്തുള്ളത് OH ഗ്രൂപ്പാണ് എന്ന് വിചാരിക്കാം. OH ഗ്രൂപ്പ് ആണെന്ന് വരുന്നത് എന്നുണ്ടെങ്കിൽ, ഫങ്ഷൻ ഗ്രൂപ്പ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ആ കോമ്പൗണ്ടിനെ നമ്മൾ ആൽക്കഹോൾ എന്നാണ് പറയാം. ആൽക്കഹോൾസ് ആണ്. ആ ആൽക്കഹോളിലെ OH അല്ലെ, OH ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഈ OH ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിൽ പ്രിഫിക്സ് ആണ് എങ്കിൽ അവരെ നമ്മൾ ഹൈഡ്രോക്സി ഗ്രൂപ്പ് എന്ന് വിളിക്കും. ഹൈഡ്രോക്സി എന്ന് വിളിക്കും.
ഇനി അതേ സമയത്ത് സഫിക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഓൾ എന്ന് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഇതിന്റെ സ്ട്രക്ചർ ഒന്നുമില്ല, OH എന്ന് ഡയറക്റ്റ് അങ്ങ് എഴുതാനേ ഉള്ളൂ. ഇനി അടുത്തത് NH2 ആണ്. NH2 ആണ് നമ്മുടെ കോമ്പൗണ്ടിൽ ഉള്ളത് എങ്കിൽ ആ കോമ്പൗണ്ടിനെ നമ്മൾ അമീൻ എന്നാണ് വിളിക്കുക. അമീൻസ് ആണ്. ഇത് പല ടൈപ്പ് ഉണ്ട് കേട്ടോ, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ഒക്കെ ഉണ്ട്. അമീൻസിൽ ഈ ഒരു NH2 ഗ്രൂപ്പ് പ്രിഫിക്സ് ആണ് എങ്കിൽ അവരെ നമ്മൾ അമിനോ എന്ന് വിളിക്കും. അമിനോ എന്നുള്ളതാണ് പ്രിഫിക്സ് ആയിട്ട് നമ്മൾ കൊടുക്കുക. ഇനി സഫിക്സ് ആണ് എങ്കിൽ നമ്മൾ അവിടെ അമീൻ എന്നാണ് ചേർത്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വണ് ഡബിൾ ബോണ്ട് ആണ്. റെഡി? ആൽക്കീൻ ആണ് ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നതാ. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കീൻ, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കീൻ, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കൈൻ. അപ്പൊ ഈ ഒരു ഡബിൾ ബോണ്ട് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് പ്രിഫിക്സ് ഇല്ല, അവർക്ക് സഫിക്സ് ആണുള്ളത്. സഫിക്സ് നമ്മൾ ENE എന്നാണ് ചേർത്ത് കൊടുക്കുക. ഇനി ട്രിപ്പിൾ ബോണ്ട് ആണ് എങ്കിൽ അവരെ നമ്മൾ ആൽക്കൈൻ എന്നാണ് പറയാ. ആൽക്കൈന് പ്രിഫിക്സ് ഇല്ല, സഫിക്സ് മാത്രമേ ഉള്ളൂ. അത് YNE എന്ന് പറയുന്നതാണ്. റെഡി അല്ലേ? ഇനി എക്സ് എന്ന് പറയുന്ന ആളാണെന്നുണ്ടെങ്കിൽ അഥവാ ഹാലജൻസിനെയാണ് നമ്മൾ എക്സ് എന്ന് ജനറലി കാണിക്കുക. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ ഒക്കെ ഹാലജൻസ്. റെഡി? അല്ലെങ്കിൽ നമ്മൾ ഹാലൈഡ്സ് എന്നും പറയാറുണ്ട്. ഈ ഒരു ഹാലൈഡ്സ് എന്ന് പറയുന്ന ആൾക്ക് പ്രിഫിക്സ് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഹാലോ എന്നാണ് കൊടുക്കുക. ഇവർക്ക് സഫിക്സ് ഇല്ല. റെഡി അല്ലേ? പ്രയോറിറ്റി കുറഞ്ഞ ഗ്രൂപ്പുകളാണ് ഇവർ. ഇനി OR ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OR ഗ്രൂപ്പ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ജനറലി ROR എന്നാണ് പറയാം. ROR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈതറാണ്. R ഗ്രൂപ്പ് ഉണ്ടാവും, ഇനി അതിലേക്കുള്ളത് OR ഫംഗ്ഷൻ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് ഈതറാണ്. അവരും പ്രിഫിക്സ് ആയിട്ടാണ് വരിക. പ്രിഫിക്സ് ആണ് എങ്കിൽ അവിടെ നമ്മൾ കൊടുക്കുന്നത് ആൽക്കോക്സി എന്ന് പറയുന്ന ടേമാണ്. ആൽക്കോക്സി ആണ് പ്രിഫിക്സ് ആയിട്ട് വരിക, സഫിക്സ് ഉണ്ടാവില്ല കേട്ടോ. ദെൻ നെക്സ്റ്റ് വണ് NO2 ഗ്രൂപ്പ് ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളതിൽ ഫംഗ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നത് ആരാണ്? NO2 ഗ്രൂപ്പ് ആണ് എങ്കിൽ അത്തരം കോമ്പൗണ്ടുകളെ നമ്മൾ നൈട്രോ കോമ്പൗണ്ട് എന്നാണ് പറയുക. ഓക്കെ, നൈട്രോ കോമ്പൗണ്ട് എന്ന് വിളിക്കും. ആ നൈട്രോ കോമ്പൗണ്ടിലെ ഈ ഒരു NO2 ഗ്രൂപ്പ് എന്ന് പറയുന്നത് പ്രിഫിക്സ് ആയിട്ടാണ്, പ്രയോറിറ്റി കുറഞ്ഞ ആളാണ്. സോ അവര് നൈട്രോ എന്ന് പറയുന്ന പ്രിഫിക്സ് ആണ് യൂസ് ചെയ്യുക. അവർക്ക് എന്തുണ്ടാവില്ല? സഫിക്സ് ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയുമാണ് മെയിൻലി നമ്മൾ അറിഞ്ഞു വെക്കേണ്ട ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പം മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.